ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇടി കൊള്ളാമെന്നൊന്ന് പഠിപ്പിച്ചു തരാം. ശരിക്കും നമ്മൾ ഇടിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇടി കൊള്ളാൻ. ശരിക്കും നമ്മൾ ഇടിക്കാൻ പഠിക്കണക്കാട്ടും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഇടി കൊള്ളാനാണ്. എങ്ങനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇഞ്ചുറി കുറച്ച് ഇടി കൊള്ളാം. ഫസ്റ്റത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇടി വന്ന സമയത്ത് പുറത്തായാലും ഇല്ല എവിടെയായാലും നമ്മളൊരു കൈ ഗ്യാപ്പ് ഇട്ടിട്ടേ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇടി കൊള്ളുമ്പോൾ നമ്മൾ ശരിക്കും ആ ഇടിയൊക്കെ വരണമെങ്കിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഗാർഡ് വെക്കാന്ന് പറയാം. ഇതിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ കൈയുടെ ഇവിടെ ഇടി മുഖത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വെക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഇടി കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പറ്റാൻ പോകില്ല. പിന്നെ കുറച്ച് പ്രാവശ്യമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്കിപ്പൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഇടി കയ്യിൽ കൊള്ളുക. കാരണം മുഖത്തിടി കൊണ്ട് കഴിഞ്ഞാൽ ഡാമേജ് കൂടുതലാണ്, കയ്യിലിടി കൊണ്ടാൽ ഡാമേജ് കുറവാണ്. ഫസ്റ്റ് കാര്യം. പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരാൾ ഇടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ സൈഡിലേക്ക് പെട്ടെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ആക്കില്ലേ, ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മുടെ ഇടി കൊണ്ടപ്പോൾ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഈ ഒരു സൈഡിൽ നമുക്ക് ഇടി കൊള്ളുമ്പോൾ ഈ ഹുക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പഞ്ചൊക്കെ അടിക്കുമ്പോഴായിരിക്കും ഈ ബോക്സിങ്ങോ അല്ലെങ്കിൽ MMA അതിലൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഇടി ഉണ്ട്, ഹുക്ക് എന്ന് പറയാം. ഈ സാധനം അടിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നോക്കൗട്ട് ആവുക. ഇടി നമ്മൾ ഒരാൾ മുഖത്തേക്ക് ഇടിക്കുകയാണെങ്കിൽ ജസ്റ്റ് കൈ വെക്കുക, ഈ കയ്യിൽ ഇടി മേടിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഭാഗം. അവിടെ എങ്ങനെ ഇടിയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇടിയുള്ള നേരത്തെ സൈഡിലേക്ക് പേടിച്ച് അങ്ങോട്ട് പേടിച്ച് വെട്ടാനും പാടില്ല. ഓക്കെ.